രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പിള്ളയാർപ്പട്ടി ഗണപതി ചോദിക്കുന്നതെന്തും തരും. പിള്ളയാർപ്പട്ടി ഗണപതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് എഴുതി തള്ളിയ കാര്യം. പിള്ളയാർപ്പട്ടി ഗണപതിക്ക് ഒരഭിഷേകം നേർന്നതിന് ശേഷം നിങ്ങൾ അവിടെ ചെന്ന് കാര്യം സാധിക്കുന്നതിന് മുമ്പ് അഭിഷേകം നടത്തണം. അതാണ് ഈ ഗണപതിയുടെ ഒരു പ്രത്യേകത. മറ്റുള്ള ദൈവങ്ങളെടുത്ത് നമ്മൾ പറയും കാര്യം സാധിച്ചാൽ വന്ന് ചെയ്തേക്കാം, അത് ഭഗവാന് കൈക്കൂലി കൊടുക്കുകയാണ്. കാര്യം സാധിച്ചാൽ അഭിഷേകം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭഗവാനെ കൈക്കൂലിയായിട്ട് അഭിഷേകം തരാം, കാര്യം സാധിച്ചില്ലെങ്കിൽ ഞാൻ അഭിഷേകം ചെയ്യത്തില്ല എന്നാണ്. അങ്ങനെ നേർച്ച നേരുന്നത് തെറ്റായ രീതിയാണ്. ചിലർ പറയും എൻ്റെ മോന് ജോലി കിട്ടിയാൽ വിളക്ക് വെച്ചേക്കാം എന്ന് പറഞ്ഞാൽ ജോലി കിട്ടിയില്ലെങ്കിൽ ഭഗവാനെ ഗോവിന്ദ. അതല്ല, നിങ്ങൾ പിള്ളയാർപ്പട്ടി ഗണപതിയുടെ അടുത്ത് ചെന്ന് സങ്കല്പിച്ച് അഭിഷേകം നടത്തുക. ആ അഭിഷേകം 700 രൂപയോ അങ്ങനെ കണ്ടേയുള്ള അഭിഷേകത്തിന് പിന്നെ ആ അഭിഷേകം നിങ്ങൾ നടത്തുക. നടത്തി കഴിഞ്ഞാൽ എന്ത് കാര്യമാകട്ടെ, ഒറ്റ കാര്യം വിചാരിച്ചുകൊണ്ട് ചെന്നാൽ വളരെ പെട്ടെന്ന് നടക്കും. കല്യാണം നടക്കാത്ത എത്രയോ പെൺകുട്ടികൾ, എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള പല പെൺകുട്ടികളും, കല്യാണം നടക്കാത്ത ഒരുപാട് പെൺകുട്ടികൾ, പിന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, കളഞ്ഞുപോയ സാധനങ്ങൾ തിരിച്ചു കിട്ടാതെ കിടന്ന് അലഞ്ഞവർ, മനസ്സിലായില്ലേ? ഒരുപാട് പേര് ഇന്ന് അവരൊക്കെ ഭയങ്കര ഇതിൻ്റെ ഭക്തരാണ്, മനസ്സിലായില്ലേ? ഗണപതിയുടെ ഭക്തനാണ്. വോഡഫോണിൽ ജോലി ചെയ്തിരുന്ന ഒരാളുണ്ടായിരുന്നു, പുള്ളിക്കും ഇതേ കണക്കായിരുന്നു. പുള്ളിക്ക് അത് നഷ്ടപ്പെട്ടു പോയതാണ്, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ പറഞ്ഞതനുസരിച്ച് പുള്ളി ചെയ്ത് ഇന്ന് പുള്ളി പിള്ളയാർപ്പട്ടി ഗണപതിയുടെ ഒരു കഠിന ഭക്തനാണ്. അപ്പോൾ പിള്ളയാർപ്പട്ടി ഗണപതി നിങ്ങൾക്ക് എന്താണ് ഇനി ഒരിക്കലും നടക്കില്ല കിട്ടാക്കടങ്ങൾ കിട്ടാൻ. എന്തിനും പിള്ളയാർപ്പട്ടി ഗണപതിയുടെ അടുത്ത് ചെന്നാൽ മതി. നിങ്ങൾ പറയുന്ന ഏത് കാര്യവും പിള്ളയാർപ്പട്ടി ഗണപതി സാധിച്ചു തരും. ആദ്യം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശനൈശ്വരായ നമഃ. ഓം സരസ്വത്യേ നമഃ. ഓം സർവശക്തിഐക്യരൂപ ശ്രീ മൂകാംബായേ നമോ നമഃ. ഓം നമഃ ശിവായ. ഓം ഉമായേ നമഃ. ഓം വജദ്ഭുവേ നമഃ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ.
രാധേ രാധേ ഓ രാധേ 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 ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. നിങ്ങളുടെയും മാതാവ് രാധാറാണിക്ക് ജയ്. എന്നെ സർവ്വ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. പിള്ളയാർപ്പട്ടി ഗണപതി. ഗണപതിയെക്കുറിച്ചൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഇത് പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃഷ്ണൻ്റെ കാമുകി രാധയുടെ പ്രണയം ചരിത്രത്തിൽ ആദ്യമായിട്ട് 67 എപ്പിസോഡുകൾ പിന്നിടുകയാണ്. അടുക്കിനൊരു സീരിയൽ പോലെ പറഞ്ഞു പോവുകയാണ്. അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ടത് നിർബന്ധമായും കേട്ടിരിക്കണം. അഷ്ടപതി പാടുന്നിടത്ത് കൃഷ്ണൻ്റെയും രാധയുടെയും രൂപം അന്തരീക്ഷത്തിലെ മോളിക്യൂൾസ് ആ രൂപത്തിൽ വന്ന് നിൽക്കുന്നതായിട്ട് യൂറോപ്പിലെ ഭക്തരായിട്ടുള്ള, അതായത് യൂറോപ്പിലെ സായിപ്പും മദാമയും ഒക്കെ അത് ചൊല്ലിയപ്പോൾ കിർലോസ് ഫോട്ടോഗ്രാഫി വെച്ച് എടുക്കുകയും അങ്ങനെ കൃഷ്ണനും രാധയും അന്തരീക്ഷത്തിൽ മോളിക്യൂൾ രൂപത്തിൽ നിൽക്കുന്ന ആ ചിത്രങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്ന് എന്നെ ഒരു ഭക്തൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പടം അയച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഷ്ടപതി, കൃഷ്ണനും രാധയും വീട്ടിലേക്ക് എത്തുന്നതാണ് അഷ്ടപതിയൊക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കിട്ടും. അഷ്ടപതിക്ക് ഗീതാ ഗോവിന്ദ ഒന്നും പേരുണ്ട്. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് ബുക്കില്ലെങ്കിലും കുഴപ്പമില്ല, അതിനകത്ത് ഞാൻ വരികളും അർത്ഥങ്ങളും ശ്ലോകങ്ങളും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ. അതുകൂടാതെ തന്നെ അതിനകത്ത് നിങ്ങളുടെ നക്ഷത്ര ഫലങ്ങൾ, പിന്നെ ജ്യോതിഷപരമായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട് 9645333999 എന്നതാണ്. പിന്നെ അതേ കണക്ക് തന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന് പറഞ്ഞ് നമ്മൾ ഗണപതിയുടെ രൂപം, ശിവലിംഗത്തിൻ്റെ പൊരുൾ, ഇതെല്ലാം നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മീരയുടെ കഥയുണ്ട്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് 8 എപ്പിസോഡുകൾ വരെ ആയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കായംകുളം ആ സൈഡിലുള്ളവർക്കൊക്കെ, മാവേലിക്കര, ആലപ്പുഴ സൈഡിലുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് പഠിച്ചിട്ട് പോകാം. അല്ലാത്തവർക്ക് യൂട്യൂബ് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏതിലേക്ക് കടക്കുകയാണ്? പിള്ളയാർപ്പട്ടി ഗണപതി. പിന്നെ നിങ്ങൾക്ക് ധനം ഉണ്ടാകാൻ വേണ്ടി ഒരു വീഡിയോ ഞാൻ 2-3 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ ധനം കുമിഞ്ഞുകൂടും എന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഹൃദയസ്പർശിയായ ഒരനുഭവം, ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു. അതുപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. അതും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. പിള്ളയാർപ്പട്ടി ഗണപതി കുട്ടിക്കുറുമ്പൻ, സർവ്വ ഐശ്വര്യങ്ങളും തരുന്നത്. ഞാൻ ഗണപതിയെക്കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ പിള്ളയാർപ്പട്ടി ഗണപതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിനുശേഷം എനിക്ക് നിരവധി ഫോൺ കോളാണ് വരുന്നത്. എവിടെയാണ് സാർ ഈ പിള്ളയാർപ്പട്ടിയെക്കുറിച്ചൊരു വീഡിയോ ഇറക്കണമെന്ന് പറയുകയാണ്. അത്ഭുതം അത്യത്ഭുതം ഈ ഗണപതി. നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടുള്ള ഗണപതി അല്ല ഈ ഗണപതി പല സ്ഥലങ്ങളിലും ഉണ്ട്. പഴവങ്ങാടിയിലുണ്ട്, കൊട്ടാരക്കരയിലുണ്ട്, എല്ലായിടവും ഉണ്ട്. പക്ഷേ ഇത് ഒരു ഒന്നൊന്നര ഗണപതിയാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. പിള്ളയാർപ്പട്ടി കർപ്പക വിനായക ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര്. കർപ്പക വിനായക ക്ഷേത്രം തമിഴ്നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്കവിടെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മധുരയിൽ ചെന്ന് കഴിഞ്ഞാൽ, മധുരയിൽ നിന്ന് നിങ്ങൾ മധുര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, മധുര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ചിലപ്പം അവിടുന്ന് തന്നെ കാരക്കുടി ട്രെയിനുണ്ട്. കാരക്കുടിയിൽ ഇറങ്ങിയാൽ അതിൻ്റെ അടുത്താണ് പിള്ളയാർപ്പട്ടി. അല്ലെങ്കിൽ മധുര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലുക. ഒരു ഓട്ടോ പിടിച്ചാൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പിള്ളയാർപ്പട്ടിയിലേക്ക് എപ്പോഴും ബസ്സുണ്ട്. അത് കാരക്കുടി ബസ്സായിരിക്കും. കാരക്കുടി ബസ്സിൽ കയറിയാൽ
പിള്ളയാർപ്പട്ടി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിരിക്കും കൊണ്ടുവന്ന് നിർത്തുന്നത്. പിള്ളയാർപ്പട്ടിയിൽ നിന്ന് പിന്നെ 10 കിലോമീറ്ററേ ഉള്ളൂ കഷ്ടിച്ച് കാരയ്ക്കുടിക്ക് ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ പോകുന്ന വഴി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ല, ഈ കൊല്ലം തിരുവനന്തപുരം ആ ഭാഗത്തു നിന്നൊക്കെ കാറിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നേരെ പുനലൂര് വഴി, ചെങ്കോട്ട പുനലൂര് വഴി നേരെ തിരുമംഗലം റൂട്ട് അങ്ങനെ ചെല്ലുക. അപ്പോൾ തിരുനെൽവേലി ബൈപ്പാസ് വരും. നിങ്ങളുടെ അപ്പോൾ ലെഫ്റ്റ് തിരിയും. തിരുമംഗലം നോക്കി പോയാൽ മതി. ലെഫ്റ്റ് തിരിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ എയർപോർട്ട് റോഡുണ്ട്. ആ എയർപോർട്ട് റോഡ് നിങ്ങൾ കയറി കഴിഞ്ഞാൽ പിന്നെ ചെന്നൈ അല്ലെങ്കിൽ ട്രിച്ചി ബോർഡ് നോക്കി അങ്ങ് പോയാൽ മതി. ചെന്നൈ അല്ലെങ്കിൽ ട്രിച്ചി. അങ്ങനെ പോകുമ്പം മേലൂര് കാണും. മേലൂര് കഴിഞ്ഞാൽ പിന്നെ വളരെ സ്ലോ ചെയ്ത് സൂക്ഷിച്ചു പോകണം. മേലൂര് കഴിഞ്ഞ് ഇച്ചിരി അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ തിരുപ്പത്തൂരെന്നോ തിരുപ്പൂരോ ദേവകൊണ്ടൈ അങ്ങനെ ഒരു ബോർഡിൽ ഈ 2 പേരും കൂടെ ഇങ്ങനെ എഴുതി വെച്ചേക്കും. മനസ്സിലായില്ലേ? തിരുപ്പൂരോ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ദേവകൊണ്ടൈ തിരുപ്പൂരെന്നാണെന്ന് തോന്നുന്നു. തിരുപ്പൂര് ദേവകൊണ്ടൈ എന്തായാലും 2 ഒരു ബോർഡിലാണ്. അവിടുന്ന് ലെഫ്റ്റിലേക്ക് ആരോ മാർക്കുണ്ട്. അവിടുന്ന് തിരിയണം, ഇല്ലെങ്കിൽ പിന്നെ NH-ൽ പോയി പോകും. അവിടുന്ന് തിരിഞ്ഞാൽ U-ടേൺ എടുക്കുക. അതായത് അവിടുന്ന് ആ ഇറങ്ങി ഇങ്ങനെ വന്ന് വലത്തോട്ട് വളഞ്ഞ് ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിള്ളയാർപ്പട്ടി ക്ഷേത്രത്തിൽ ചെന്ന് നിങ്ങളെത്തും. ആ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് തങ്ങാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. മനസ്സിലായില്ലേ? ക്ഷേത്രത്തിൽ തന്നെ നിങ്ങൾക്ക് മുറിയെടുക്കാം. അവിടെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഇവിടത്തേക്ക് കണക്ക് അത്ര നീറ്റ് കാണത്തില്ല. കുറച്ചും കൂടെ നല്ല നീറ്റായിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു 10-14 കിലോമീറ്റർ പോയാൽ കാരയ്ക്കുടിയിൽ പോയി ഇറങ്ങാം. ഞാൻ പോകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് നേരെ മധുരയ്ക്ക് പോകും. മധുരയിൽ ഞാൻ രാത്രിയാകുമ്പോൾ ഞാൻ ഇവിടുന്ന് ഉച്ചയ്ക്കുള്ള ട്രെയിനിൽ കയറും കൊല്ലത്തുനിന്ന്. മധുരയിൽ നമ്മളൊരു 7-7:30 ആകുമ്പോൾ അവിടെ ചെല്ലും. കുളിച്ചിട്ട് 6:30-ക്ക് ചെല്ലും. കുളിച്ചിട്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ തൊഴുവും. പിറ്റേന്ന് രാവിലെ പിള്ളയാർപ്പട്ടി ഗണപതിയെ തൊഴുതിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് മധുരയിൽ തന്നെ മധുര മീനാക്ഷി ക്ഷേത്രമുണ്ട്, പഴമുതിർച്ചോല എന്ന മുരുകൻ്റെ ക്ഷേത്രമുണ്ട്, അഴകാർ കോവിൽ അത് അടുത്തടുത്താണ്, പിന്നെ തിരുപ്പറംകുണ്ടം. ഇത്രയും സ്ഥലത്ത് പോയിട്ട് രാത്രിയിലത്തെ ട്രെയിനിന് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു വരാവുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാം. ഈ ജനുവരി 1-ാം തീയതി ഭയങ്കര തള്ളാണ്, അവിടെ അടുക്കാൻ പറ്റത്തില്ല. ജനുവരി 1 അതായത് പുതുവർഷം പിറക്കുമ്പോൾ ഭയങ്കര തിരക്കാണ്. കാരണം അന്നത്തെ ദിവസം പിള്ളയാർപ്പട്ടി ഗണപതിയെ തൊഴുതാൽ ആ വർഷം മുഴുവനും അതിഭയങ്കരമായ ഐശ്വര്യമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത് എന്നാണ് തമിഴ്നാട്ടിലെല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അന്നത്തെ ദിവസം ഭയങ്കരമായ തിരക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിക്കും. അഭിഷേകം ചെയ്താൽ മതി. അവിടെ അഭിഷേകം ചെയ്യണമെങ്കിൽ നേരത്തെ നിങ്ങൾ പോകുന്നതിന് മുമ്പ് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് പോകണം. അപ്പോൾ അവർ ചോദിക്കും ഏത് സമയത്ത് അഭിഷേകമെന്ന് ചോദിക്കും കേട്ടോ. അവിടെ രാവിലെ അഭിഷേകമുണ്ട്, പിന്നെ ഒരു 12:30-ക്ക് ഒരു അഭിഷേകമുണ്ട്, വൈകുന്നേരം അഭിഷേകമുണ്ട്. അപ്പോൾ ഏതാ നിങ്ങളുടെ ട്രെയിൻ സൗകര്യം അനുസരിച്ച്. അവിടുത്തെ ഫോൺ നമ്പർ 04577264240. ആ 40-ൽ കിട്ടിയില്ലെങ്കിൽ 41-ൽ വിളിക്കാം. ചിലപ്പോൾ ഭയങ്കര മഴയൊക്കെ ആണെങ്കിൽ ഈ നമ്പറിൽ കിട്ടില്ല. പിന്നൊരു മൊബൈൽ നമ്പർ അത് വിളിച്ച് നോക്കണം. എനിക്ക് കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ, കാരണം ഞാനത് ഗൂഗിളിൽ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. 93844628 എന്നും പറഞ്ഞൊരു മൊബൈൽ നമ്പരും ഉണ്ട്. വിളിച്ച് നോക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്ക് നമുക്ക് അവിടുത്തെ വരാം. അത്ഭുതകരമാണ്, അത്യത്ഭുതകരമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ പിള്ളയാർപ്പട്ടിയിൽ തന്നെ നല്ല ഹോട്ടലുണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ. ഇപ്പോൾ അവിടെ പിള്ളയാർപ്പട്ടിയിൽ തുടങ്ങിയിട്ടുണ്ട്. പല്ലവ കാലത്തെ ക്ഷേത്രമാണ്. പല്ലവ രാജാക്കന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ നരസിംഹവർമ്മൻ ചാലൂക്യ രാജ്യം ആക്രമിച്ചു കീഴടക്കി. അവരുടെ തലസ്ഥാനമായ ബദാമി, അതായത് വാദാബി, ആ ബദാമിയിലെ ഗണപതിയെ തൻ്റെ രാജ്യത്ത് കൊണ്ടുവന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ശരിക്കും ആരുടേതാണെന്ന് മനസ്സിലായില്ലേ? പല്ലവന്മാരുടെയാണ്. അപ്പോൾ ആ പല്ലവ രാജാക്കന്മാരിലെ നരസിംഹവർമ്മൻ ചാലൂക്യ രാജ്യം ആക്രമിച്ച് കീഴടക്കിയിട്ട് അവരുടെ തലസ്ഥാനമായ പല്ലവന്മാരുടെ തലസ്ഥാനത്ത് അവരാരാധിച്ചിരുന്ന ഗണപതിയെ അവിടുന്ന് ആവാഹിച്ച് ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് ബദാമിയെ ഗണപതിയെ തൻ്റെ രാജ്യത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു.
ചാലൂക്യ രാജാവായ പുലികേശി രണ്ടാമനെ യുദ്ധത്തിൽ വധിച്ചു. ആ വധിച്ചു, മനസ്സിലായില്ലേ? ആ വധിച്ചതിന് ശേഷമാണ് ഈ ഗണപതിയെ ആവാഹിക്കുന്നത്. അപ്പോൾ വാതാപിയിലെ ഗണപതിയെ ആവാഹിച്ചു കൊണ്ടുവന്ന് പിള്ളയാർപ്പട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ പ്രതിഷ്ഠിച്ചതാണ് പിള്ളയാർപ്പട്ടി കർപ്പക വിനായക ക്ഷേത്രം. ഈ വാതാപി ഗണപതി നമ്മൾ കേട്ടിട്ടില്ലേ? വാതാപി ഗണപതയെ എന്നുള്ളത്. ഇതാ വാതാപി ഗണപതി, പാട്ടില്ലേ? വാതാപി ഗണപതിയുടെ ശക്തി ആവാഹിച്ച് തമിഴ്നാട്ടിലെ മറ്റു പല സ്ഥലങ്ങളിലും ഗണപതി വിഗ്രഹങ്ങളുണ്ട്. അത്രയ്ക്ക് ഊർജം ഈ പിള്ളയാർപ്പട്ടിയിലെ ഗണപതിക്കുണ്ട്. ആ ഗണപതിയുടെ ഊർജം ആവാഹിച്ചു പല സ്ഥലത്തും ഗണപതി ക്ഷേത്രമുണ്ട്. തമിഴ്നാട്ടിലെ മിക്ക ഗണപതി ക്ഷേത്രവും ഈ പിള്ളയാർപ്പട്ടി ഗണപതിയുടെ ശക്തി ആവാഹിച്ചതാണ്. പക്ഷേ ഈ പിള്ളയാർപ്പട്ടി ഗണപതിയെപ്പോലെ ഇത്രയും ഭക്തവത്സലൻ, അവിടെ ഇരുന്നിങ്ങനെ ഇത്രയും അനുഗ്രഹം ചൊരിയുന്ന ഒരു ഗണപതി വേറെ കാണാൻ വളരെ പ്രയാസമാണ്. വാരിക്കോരിത്തരുമയാണ് പിള്ളയാർപ്പട്ടി ഗണപതി ചെയ്യുന്നത്. പല്ലവ കാലത്തെ ഒരു ഗുഹാക്ഷേത്രമാണ് യഥാർത്ഥത്തിൽ ഗണപതി ക്ഷേത്രം. സത്യത്തിൽ ഇവിടുത്തെ ക്ഷേത്രനാഥൻ ശിവനാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ശിവന്റെ ക്ഷേത്രമാണ്. കിഴക്കോട്ട് ദർശനമായിട്ട് ശിവൻ ഇരിക്കുന്നു. ആ ക്ഷേത്രത്തിൽ വടക്കോട്ട് ദർശനമായിട്ട് ഗണപതി ഇരിക്കുന്നു. ഇന്നും നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങൾക്ക് വലിയ ബിസിനസ് ഉണ്ടെങ്കിൽ ശക്തി ഗണപതിയെ വടക്കോട്ട് വെക്കണം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കമ്പയറൊക്കെ മാറുകയും വശ്യമാണ്. നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കൂടുതൽ ആകർഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു ശിവക്ഷേത്രമായിരുന്നു. ആ ശിവക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ഗണപതി തൻ്റെ ശക്തി കാണിക്കാൻ തുടങ്ങി. അങ്ങനെ കാലക്രമേണ എന്ത് സംഭവിച്ചു? ശിവനേക്കാൾ കൂടുതൽ വരുന്നവർക്കൊക്കെ അനുഗ്രഹം വാരിക്കൂരി കൊടുത്ത് ശക്തി പ്രാപിച്ച് ഈ ഗണപതി അങ്ങ് ഭക്തരിലേക്കങ്ങ് അനുഗ്രഹങ്ങൾ ഒഴുക്കാൻ തുടങ്ങിയതോടുകൂടി ഈ ശിവക്ഷേത്രം ആരായി മാറി? ഗണപതി ക്ഷേത്രമായി മാറി. കാരണം ചെല്ലുന്നവർക്ക് ചോദിക്കുന്നത് കൊടുക്കുന്ന ഗണപതിയാണ് ഈ ഗണപതി. അപ്പോൾ അങ്ങനെ അത് സത്യത്തിൽ ശിവക്ഷേത്രം അങ്ങനെ ഗണപതി ക്ഷേത്രമായി. ഇതുപോലെ കൊട്ടാരക്കര ശിവക്ഷേത്രം ഗണപതി എങ്ങനെയാണ്? ഇരുന്ന് കഴിഞ്ഞാൽ പ്രധാന ദേവനെയൊക്കെ അടിച്ച് കളഞ്ഞിട്ട് പുള്ളി അവിടെ അങ്ങ് ഷൈൻ ചെയ്ത് കളയും. അതാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ശിവക്ഷേത്രം ഗുഹയോട് ചേർത്ത് നിർമ്മിച്ചതാണ്. ഇതിന് രാജഗോപുരവും ഉണ്ട്. ഇവിടെ ഗണപതി ഇരിക്കുകയാണ്. അതാണ് ഈ പ്രതിഷ്ഠയുടെ. നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രതിഷ്ഠ നിൽക്കുന്നതല്ലേ? ഇവിടെ അങ്ങനല്ല. ഇവിടെ ഗണപതി ഇരിക്കുകയാണ്. അങ്ങനെയാണ് വിഗ്രഹം. അല്ലാതെ മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ അല്ല. ഇവിടുത്തെ ഗണപതിക്കുള്ള പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ വലംപിരി വിനായകനാണിത്. മനസ്സിലായില്ലേ? ഇവിടുത്തെ ഗണപതി ആരാണ്? വലംപിരി വിനായകനാണ്. എന്ന് മാത്രവുമല്ല, ഇവിടുത്തെ ഗണപതിയുടെ വലത്തെ കയ്യിൽ ശിവലിംഗമുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വലത് കൈക്കകത്ത് ഏതിരിപ്പുണ്ട്? ശിവലിംഗവുമായിട്ടാണ് പുള്ളിയിരിക്കുന്നത്. ഇവിടെ ശിവനെ വിളിക്കുന്ന പേര് മരുതംകുടിനാഥൻ എന്നാണ്. മരുതംകുടിനാഥൻ. പാർവതീ ദേവിയെ പാടാമലർ മങ്കൈ എന്നാണ് വിളിക്കുന്നത്. പാടാമലർ മങ്കൈ. ഇത് നഗരത്താർ ചെട്ടിമാരാണ് ഇത് പുതുക്കി പണിഞ്ഞത്. മനസ്സിലല്ലേ? ഇത് ചെട്ടിനാട്ടിലാണ് ഇത് സംഭവം. ഇവിടുന്ന് ഒരു 7-8 കിലോമീറ്റർ കഴിയുമ്പോൾ, മാക്സിമം 10 കഴിയുമ്പോൾ ചെട്ടിനാടാണ്. ഈ ചെട്ടിനാട്ടിലെ ചെട്ടിമാരാണ് ഇത് പുതുക്കി പണിഞ്ഞത്. മനസ്സിലല്ലേ? അതിനു വേണ്ടി, ഈ ഗണപതിക്ക് വേണ്ടി ചെട്ടിയാന്മാർ വലിയ ധനികരാണ്. അവര് മരുതംകുടി പ്രദേശം മുഴുവനും വിലയ്ക്ക് വാങ്ങിച്ചു. അങ്ങനെ വിലയ്ക്ക് വാങ്ങിച്ചിട്ടാണ് ക്ഷേത്രം പണിഞ്ഞത്. ഇന്ന് ഇതൊരു സ്വകാര്യ ക്ഷേത്രമാണ്, അല്ലാതെ ദേവസ്വം ബോർഡിൻ്റെ അല്ല. ഈ ചെട്ടിയാന്മാരുടെ കീഴിലാണ്. അവരും മരുതംകുടി ആ പ്രദേശം മൊത്തം അവർ വിലയ്ക്ക് വാങ്ങിച്ച് ഗണപതിക്ക് വേണ്ടി ക്ഷേത്രം വെച്ചു. അപ്പം നഗരത്താർ എന്നറിയപ്പെടുന്ന ചെട്ടിനാട്ടിലെ ചെട്ടിമാരുടെ പ്രധാന ക്ഷേത്രമാണ് ഗണപതി ക്ഷേത്രം. ഇതിൻ്റെ തൊട്ടടുത്താണ് ചെട്ടിനാട്. ചെട്ടിനാട് ഫുഡൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ? ചെട്ടിനാട് മഷ്റൂമൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പം ആഹാരത്തിൻ്റെ രുചിയും അറിയാൻ പറ്റും. ഒരു 10 കിലോമീറ്റർ കാരക്കുടി ചെന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചെട്ടിനാട് ഫുഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. രാവിലെ 6 മണിക്ക് നട തുറക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടയ്ക്കും. അപ്പോൾ രാവിലെ ഒരു 6 മണിക്കോ 7 മണിക്കോ ഒരു അഭിഷേകമുണ്ട്. പിന്നെ 12 മണിക്കുണ്ട്.
പിന്നെ 4 മണിക്ക് നട തുറക്കും, അന്നേരം ഒരു അഭിഷേകമുണ്ട്. പിന്നെ 8:30 നട അടയ്ക്കും. ശൈവ ഗുരുക്കളാണ് ഇവിടുത്തെ പൂജാരിമാർ. കയ്യിൽ ശിവലിംഗമുള്ളവരാണ്, മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞല്ലോ കൈക്കകത്ത് ഏതുണ്ട്? ശിവലിംഗമുള്ള യോഗഭാവത്തിലാണ് ഇവിടുത്തെ ഗണപതി ഇരിക്കുന്നത്. അപ്പം യോഗഭാവത്തിലാണ് ഗണപതി ഇരിക്കുന്നത്, കയ്യിൽ ശിവലിംഗമുണ്ട്. എന്തു ചോദിച്ചാലും ആ ഗണപതി തരും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർക്ക് ആർത്തിയില്ല. ഈ മറ്റു പല ക്ഷേത്രങ്ങളിലും, തമിഴ്നാട്ടിൽ ചില ക്ഷേത്രങ്ങളിലൊക്കെ പൂജാരിമാരൊക്കെ ഈ പൈസ ആർത്തിയുണ്ട്, കുറച്ച് വാങ്ങിക്കുന്ന ചിലരുണ്ട്, ഒരു പറ്റം ആൾക്കാരുണ്ട്, എല്ലാവരും അല്ല, കുറച്ച് പേരുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനൊരു സംഭവമേ ഇല്ല. നിങ്ങൾ അവരുടെ കൈ ദക്ഷിണ കൊടുത്താൽ പറയും വഞ്ചിക്കാത്തിട്ടേക്കാൻ. ഞാനവിടെ ഗണപതി ഹോമം നടത്തിയിരുന്നു. അവിടെ ഗണപതി ഹോമം ഒരാൾക്കായിട്ടാണ് നടത്തുന്നത്. നമ്മളെ സാധാരണ ഗണപതി ഹോമം പോലെ അല്ല. അന്ന് 12,000 രൂപ എങ്ങാണ്ടാണ്. അതിനകത്ത് ലഡ്ഡു ഇട്ട് ഹോമിക്കും, നാളികേരം ഇട്ട് ഹോമിക്കും, പിന്നെ ആപ്പിൾ ഇട്ട് ഹോമിക്കും, മനസ്സിലായില്ലേ? അങ്ങനെ അത് ചെയ്യുന്നത്. അതിനുശേഷം ഈ കുടവും വെള്ളവും ഒക്കെ നമ്മുടെ തലയിൽ വെച്ചിട്ട് ചെണ്ടമേളവും ഒക്കെ ആയിട്ട് നമ്മളെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകും. അപ്പോൾ കുടത്തിനകത്ത് മാവിലയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ എൻ്റെ ആ ഹോമം തീർന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ ഈ വെള്ളവും കുടവും ഒക്കെ എൻ്റെ തലയിൽ കൊണ്ടുവച്ചു. അങ്ങനെ അതുമായിട്ട് നമ്മൾ പോയി. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് അഭിഷേകമാണ്. ആ അഭിഷേകം നമ്മളെ കാണിക്കും. അഭിഷേകം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ആരെ കാണുന്നില്ല? ഇവരെ കാണുന്നില്ല. ഈ പൂജ ചെയ്തവരെ കാണുന്നില്ല, അവർ പോയി കഴിഞ്ഞു. അപ്പം ഞാനവിടെ ക്ഷേത്രത്തിലുള്ളവരോട് ചോദിച്ചു, നമുക്ക് ദക്ഷിണ കൊടുക്കണ്ടേ? ഇത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ കുറേ പേരുണ്ടെന്ന് ആരാന്നറിയാൻ വയ്യ. അവസാനം ഒരു ചെറുക്കൻ പറഞ്ഞു ഇന്ന ആളാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്തി? അവർ വീട്ടിൽ പോയി. പിന്നെ ആ ചെറുക്കനെ വിളിച്ച് അവരുടെ വീട്ടിലോട്ട് കാറ് കയറില്ല, ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് കൊടുത്തു. മനസ്സിലായി? അപ്പോഴും അവർക്കൊരു ഭാവ വ്യത്യാസമില്ല. എന്തേ വന്നത്? ഞാൻ പറഞ്ഞു അയ്യോ ദക്ഷിണ തന്നില്ല, അതിന് വേണ്ടിയാണ്. ഞാൻ ആലോചിച്ച് നോക്കിയാണ്, ചില തിരുമേനിമാരുണ്ട്, മനസ്സിലായില്ലേ? ചില സ്ഥലത്തെ ചില തിരുമേനിമാരാണെങ്കിൽ നമ്മൾ ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ ആട്ടോ പിടിച്ച് നമ്മുടെ വീട്ടിൽ വരും. ഇത് നേരെ തിരിച്ചാണ്. അപ്പോൾ അത്രയ്ക്ക് സ്വാത്വികരായ മനുഷ്യരാണ്. അതൊക്കെ കൊണ്ടായിരിക്കും അവർ പൂജ ചെയ്യുമ്പോൾ ഭഗവാന് വേണ്ടി പൂജ ചെയ്യുക. അതും എന്താണ് ഒരു പ്രധാന ഘടകമായിരിക്കും ഇതിനൊക്കെ. വിനായക ചതുർത്ഥിയാണ് ഇവിടുത്തെ ഉത്സവം. 10 ദിവസത്തെ ഉത്സവമാണ്. അതിനു മുമ്പ് ഉത്സവം തുടങ്ങി 10ാം ദിവസം വിനായക ചതുർത്ഥിക്ക് പ്രധാന ഉത്സവം. എല്ലാ ദിവസവും ഭഗവാനെ പല പല വാഹനങ്ങളിൽ എഴുന്നള്ളിക്കും. ഈ വിനായക ചതുർത്ഥിയുടെ അന്നാണ് ഉത്സവം എന്ന് പറഞ്ഞ്. അന്ന് ഭയങ്കര ജനക്കൂട്ടമാണ്, മനസ്സിലായില്ലേ? വിനായക ചതുർത്ഥിയുടെ അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മഹാപുണ്യമാണ്, മഹാപുണ്യം. പക്ഷേ ഭയങ്കര ജനമാണ്. അവിടെ എങ്ങും താമസിക്കാൻ സൗകര്യം കിട്ടില്ല. വിനായക ചതുർത്ഥിക്ക് ആർക്കെങ്കിലും പോകണമെങ്കിൽ മധുരയിൽ താമസിക്കുക. മധുരയിൽ താമസിച്ച് മുറിയെടുത്ത് താമസിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു രക്ഷയുമില്ല. അവിടെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ്, ലക്ഷക്കണക്കിന്. ഇത് 9ാം ദിവസം, 9ാം ദിവസത്തെ അവിടെ 9ാം ദിവസം രഥോത്സവമുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ പോകണം. നിങ്ങൾ 9ാം ദിവസം പോയി രഥോത്സവവും കണ്ട് 10ാം ദിവസത്തെ പ്രധാന ഉത്സവത്തിൻ്റെ അന്നും പോകണം. കാരണം അന്നത്തെ ദിവസം ഗണപതി അങ്ങ് സന്തുഷ്ടനാണ്. ആ സന്തോഷിച്ചിരിക്കുന്ന അവസരത്തിൽ എന്ത് ചോദിച്ചാലും കിട്ടും. ഈ 9ാം ദിവസത്തെ രഥോത്സവത്തിൽ അവിടുത്തെ ഹിന്ദുക്കൾ മുഴുവൻ ഒത്തുകൂടിയിട്ട് തെരുവിലൂടെ ഘോഷയാത്ര നയിക്കും. അന്ന് ഈ ഗണേശന്റെ വിഗ്രഹം സ്വർണത്തിൽ പൊതിഞ്ഞിട്ട് ഒരു മൂഷിക വാഹനത്തിൽ മാതാപിതാക്കളായ നടരാജനും ശിവകാമിക്കുമൊപ്പം കൊണ്ടുപോകും. 9ാം ദിവസം രഥോത്സവത്തിൽ ഗണപതിയെ സ്വർണത്തിൽ പൊതിഞ്ഞ് മൂഷിക വാഹനത്തിലാണ്. കൂടെ ശിവനും പാർവതിയും ഉണ്ട്, മനസ്സിലായില്ലേ? അതിനവർ പറയും നടരാജനും ശിവകാമിയും. കൂടാതെ ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ഭയങ്കരമായ അലങ്കാരങ്ങളുണ്ട്, ചന്ദനക്കാപ്പുണ്ട്, മനസ്സിലായ? പിന്നെ ഈ അഭിഷേകം കഴിയുമ്പോൾ അത് നിങ്ങൾ കാണണം. അഭിഷേകം കഴിഞ്ഞിട്ട് ഈ ഗണപതിയെ കൊണ്ട് സ്വർണ്ണ വസ്ത്രം അങ്ങോട്ട് ധരിപ്പിക്കും. ആ സ്വർണ്ണ വസ്ത്രം ഇട്ടങ്ങോട്ട് നീക്കിയിരിക്കുന്നത് കണ്ടാലുണ്ടല്ലോ, എൻ്റെ അമ്മോ ഭയങ്കരം. നമ്മുടെ ഓരോ രോമങ്ങൾ എഴുന്ന് നിൽക്കുക. അഭിഷേകം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? പാലഭിഷേകം, അല്ല ശുദ്ധമായ പാലാണ്. പാലഭിഷേകമുണ്ട്, ചന്ദനാഭിഷേകം, ഭസ്മാഭിഷേകം, അതെല്ലാം കഴിഞ്ഞ് കുളിപ്പിച്ച് വൃത്തിയാക്കി സ്വർണം അങ്ങോട്ട് വസ്ത്രമൊക്കെ ഇട്ട് ഗണപതി ഇരിക്കുന്നതൊന്ന് കാണേണ്ട കാഴ്ചയാണത്, മനസ്സിലായ?
ഈ ഉത്സവം 9-ാം ദിവസത്തെ ഉത്സവം സ്ത്രീകൾക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. 10-ാം ദിവസത്തെ ഉത്സവത്തിൽ നിങ്ങൾ പങ്കെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ നാളിൽ പോയാൽ നിങ്ങളുടെ ഏതാഗ്രഹവും വളരെ വേഗം ഒന്ന് നടക്കും. അത്രയ്ക്ക് പ്രസന്നനാണ് ഗണപതി. പക്ഷേ അന്ന് അവിടെ താമസിക്കാൻ പറ്റത്തില്ല. വിനായക ചതുർത്ഥി നാളിൽ നിങ്ങൾ മധുരയിൽ താമസിച്ചിട്ട് പോയി 9-ാം ദിവസത്തെ രഥോത്സവത്തിലും അന്ന് സ്ത്രീകളുടെ ബഹളമാണ് അവിടെ. 10-ാം ദിവസം വിനായകൻ്റെ ഉത്സവത്തിലും പങ്കെടുത്ത് സന്തുഷ്ടചിത്തരായി നിങ്ങൾ മടങ്ങുക. പിള്ളയാർപ്പട്ടി പോകുമ്പോൾ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക. അവിടുന്ന് കാരക്കുടിയിലോട്ട് പോകുന്ന വഴിക്ക് ഒരു 4 കിലോമീറ്റർ കാണും. 4 മാക്സിമം ഒരു 4.2-3 കിലോമീറ്റർ പോകുമ്പോൾ കുണ്ട്രാംകുടി മുരുകക്ഷേത്രമുണ്ട്. ഒരു അരപ്പളനിയാണ്. അവിടെയും കൂടെ നിങ്ങൾ പോകണം. ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ ചോദിച്ചാൽ പറയും, ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ നിങ്ങൾക്ക് പോകാവുന്നതേ ഉള്ളൂ. 4 കിലോമീറ്റർ കുണ്ട്രാംകുടി മുരുക ക്ഷേത്രം. ഏതാണ്ട് 300-നടുത്ത് സ്റ്റെപ്പുണ്ട്. നമ്മൾ പളനിമല കയറുന്ന കണക്ക് തന്നെ സ്റ്റെപ്പ് കയറി 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 നമ്മൾ കുഴയും. നമ്മൾ പഴനിമല നിങ്ങൾ എങ്ങനെ കയറും? ആ പഴനിമലയുടെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 300-ൽ പരം സ്റ്റെപ്പുണ്ട്. കയറി അങ്ങ് മണ്ടയ്ക്കാണ് ഈ കുണ്ട്രാംകുടി ക്ഷേത്രം. അപ്പം ഗണപതിയെ കാണാൻ പോകുമ്പോൾ ഗണപതിയുടെ സഹോദരനായ ആരെയും കൂടെ കാണണം നിങ്ങൾ? കുണ്ട്രാംകുടി മുരുകനെയും കാണണം. തിരിച്ചു വന്ന് ഗണപതിയുടെ മാതാവും പിതാവും ഇരിപ്പുണ്ട് മധുരയിൽ. മനസ്സിലായ? അപ്പോൾ ഒരു വെടിക്ക് ഒരുപാട് പക്ഷിയാണ്. നിങ്ങൾ പിള്ളയാർപ്പട്ടിയിൽ പോയി ഗണപതിയെ കാണുന്നു. അവിടുന്ന് ഒരു 4 കിലോമീറ്ററും കൂടെ മുമ്പോട്ടങ്ങോട്ട് പോകുമ്പം സഹോദരനായ സുബ്രഹ്മണ്യൻ, അത് പഴനിമലയാണ്. അതൊരു അരപ്പഴനിമലയാണ്. അവിടുന്ന് നിങ്ങൾക്ക് എന്തായാലും മധുരയിൽ വന്നില്ലേ വരാൻ പറ്റും. ആ മധുരയിൽ വരുമ്പം കാണാം ഗണപതിയുടെ അമ്മയും അച്ഛനും. ശിവൻ അവിടെ സുന്ദരേശൻ എന്നാണ്. മധുര മീനാക്ഷിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അമ്മ മീനാക്ഷി അമ്മ അവിടെ ഇരിപ്പുണ്ട്. അവിടുന്ന് തന്നെ ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ മുരുകനുണ്ട്. അത്രയും കൂടെ അവിടുന്ന് പോയി കഴിഞ്ഞാൽ പഴമുതിർ ചോലയിലെ സുബ്രഹ്മണ്യൻ ഇരിപ്പുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു ഒരു എന്താ പറയേണ്ടത്, നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു തീർത്ഥാടനമാണ്. പിള്ളയാർപ്പട്ടി ഗണപതിയെ നിങ്ങൾ ഭജിച്ചോളൂ. ഒരു ഇടക്കാലത്ത് വെച്ച് ഞാൻ മാസത്തിൽ ഒരിക്കൽ പോകുമായിരുന്നു. ഈ കോവിഡ് വന്നതിന് ശേഷമാണൊരു ചെറിയ ഒരു ബ്രേക്ക് വന്നത്. കണ്ടോ പിള്ളയാർപ്പട്ടി ഗണപതിയെ കണ്ടോ? കല്യാണം നടക്കാത്ത പെൺകുട്ടികളെ കല്യാണം നടന്നിരിക്കും. ധനമില്ലാത്തവരെ ധനം കിട്ടിയിരിക്കും. ആ ധനം എങ്ങനെ ഉണ്ടാകാം എന്നൊരു വീഡിയോ ഉണ്ട്. അതിലെ മന്ത്രവും ചൊല്ലി പിള്ളയാർപ്പട്ടി ഗണപതിക്ക് ഒരു അഭിഷേകവും നടക്ക്. പിന്നെ കൊടുത്ത കടം തിരിച്ചു കിട്ടാനുണ്ടോ? കിട്ടിയിരിക്കും. എന്താ വേണ്ടത് ചോദ്യര് പിള്ളയാർപ്പട്ടി ഗണപതി തന്നിരിക്കും. ഞാൻ ഗ്യാരണ്ടി. ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന എന്ത് പ്രായച്ചിത്തവും ഞാൻ പബ്ലിക്കായിട്ട് ചെയ്യാം. അത്രയ്ക്ക് വിശിഷ്ടമാണ് എൻ്റെ പിള്ളയാർപ്പട്ടി ഗണപതി. എൻ്റെ പിള്ളയാർപ്പട്ടി ഗണപതി ആരാന്നറിയാമോ? കൊള്ളാം. എത്ര പേർക്കാ ഞാനിങ്ങനെ പറഞ്ഞിരിക്കുന്നത്? എത്ര പേർക്ക് പന്തായം വെച്ചിട്ടുണ്ട്. പന്തായം ഇങ്ങനെ നടന്നില്ലെങ്കിൽ 20,000 രൂപ വരെ ബെറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ. 20,000 രൂപ വരെ നടന്നിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൈസ തന്നിരിക്കും. തിരിച്ച് നിങ്ങൾ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ ബെറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഗണപതി ആരാ? എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് എൻ്റെ ഗണപതിയെ. പിള്ളയാർപ്പട്ടിയിലേക്ക് പോയിട്ട് ആഗ്രഹം സാധിച്ച് തുള്ളിച്ചാടി തിരിച്ചു വാ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.